Exercise 7.1 question number 4. Parishik makes a cuboid of plasticine of sides 5 cm, 2 cm, 5 cm. How many such cuboids will he need to form a cube? പരിഷിക് ഒരു ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ക്യൂബോയിഡ്സ് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ക്യൂബോയിഡ്സിൻ്റെ സൈഡ്സ് 5 cm, 2 cm ആൻഡ് 5 cm. ഓക്കെ, ഈ മെഷർമെൻറ്റിലുള്ള ഒരു ക്യൂബോയിഡ്, അങ്ങനത്തെ എത്ര ക്യൂബോയിഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്യൂബ് ഉണ്ടാക്കാൻ പറ്റുക? ഇതാണ് ക്വസ്റ്റ്യൻ. See, the given cuboid is like this. That is, ഇവിടെ 5 cm ആണ്, here also 5 cm and this width is 2 cm. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലുള്ള എത്ര ക്യൂബോയിഡ്സ് യൂസ് ചെയ്താലേ നമുക്കൊരു ക്യൂബ് ഉണ്ടാക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈസിയാണ്, നമുക്കറിയാം. ഇത് ഫാക്ടേഴ്സായിട്ട് എടുത്താൽ, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സായിട്ട് എടുത്താൽ 5 × 5 × 2 അല്ലേ? ഇതൊരു ക്യൂബോയിഡാണ്. ഇതാണ് ക്യൂബോയിഡിൻ്റെ ഗിവൺ മെഷേഴ്സ്. 5 × 5 × 2. ഇതിനെ ഒരു ക്യൂബാക്കി മാറ്റണമെങ്കിൽ നമുക്കറിയാം, ഒരു നമ്പറിന് ക്യൂബാണോ പെർഫെക്റ്റ് ക്യൂബാണോ അല്ല എങ്കിൽ അതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ 3 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പാക്കാൻ പറ്റും അല്ലേ? അതായത് 5 × 5 × 2 ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവണമെങ്കിൽ ഇവിടെ എന്തും കൂടെ വേണം? ഇവിടെ 2 5 വന്നിട്ടുണ്ട്, ഒരു 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ 2ന് 2 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ 2ൻ്റെ ഒരു പെയർ കിട്ടും, 5ൻ്റെയും 3 നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് കിട്ടും അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിനെ നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് ആക്കാം. ദാറ്റ് ഈസ്, ഇതിൻ്റെ കൂടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 5 × 2 × 2 ഇറ്റ് ഈസ് 5 × 4 20 അല്ലേ? അപ്പോൾ 20 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരു ക്യൂബാക്കി മാറ്റാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? സോ ഇങ്ങനത്തെ ഒരു 20 ക്യൂബ്സ്, ഇങ്ങനത്തെ ഒരു 20 ക്യൂബ്സ് ഉണ്ടെങ്കിൽ, ക്യൂബോയിഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യൂബിനെ മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഇതാണ്, 5 × 5 × 2 ഇൻറ്റു 20 ചെയ്താലേ, ഓക്കെ, 5 × 5 × 2 ഇൻറ്റു 20, അങ്ങനത്തെ ഒരു 20 ക്യൂബോയിഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്യൂബായിട്ട് മാറും. സോ നമുക്ക് എങ്ങനെ എഴുതാം? 20 ക്യൂബോയിഡ്സ് നീഡ്സ് to form a cube. This is the answer. Our next topic is cube roots. Cube roots നമ്മൾ സ്ക്വയറിൽ ചാപ്റ്ററിൽ സ്ക്വയർ റൂട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം വേ തന്നെയാണ് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം 2 square is 4. Square root of 4 is 2. And 10 square is 100 and square root of 100 is equal to 10. അതേപോലെ തന്നെയാണ് ക്യൂബ് റൂട്ടും. We know that 1 cube is equal to 1 and cube root of 1 is equal to 1. നമ്മൾ സ്ക്വയർ റൂട്ടിന് യൂസ് ചെയ്ത സിമ്പിൾ ഇതായിരുന്നു. ക്യൂബ് റൂട്ടിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്, 3 എന്ന് എഴുതിയിട്ട് നമ്മൾ ആ സ്ക്വയർ റൂട്ടിനെ യൂസ് ചെയ്ത സിമ്പിൾ. ഓക്കെ, ദിസ് ഈസ് ക്യൂബ് റൂട്ട്. ഇറ്റ് ഈസ് റീഡ് ആസ് ക്യൂബ് റൂട്ട്. We know that 4 cube is equal to 64. From this നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 64 is equal to 4. 5 cube is equal to 125. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 125 is equal to 5. ഓക്കെ, ഇതാണ് ക്യൂബ് റൂട്ട്.
ഇനി നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിരുന്നു. ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ക്യൂബ് റൂട്ട്. See the question. Find the cube root of 8000 by prime factorization method. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 8000നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. Okay, 8000. First we are starting the prime number with 2. We get here 4000. Again factorizing by 2, we get 2000. Again factorizing by 2, we get 1000. Then here 500. Again we can use the prime number 2, we get 250. Again factorizing by 2, we get 125. ഇനി 125 നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, so we take 5. We get it as 25. Again factorizing by 2, we get 5. So 8000 is equal to 2 into 2 into 2 into 2 into 2 into 2 into 5 into 5 into 5. Okay, we have to find the cube root of 8000. From this we can group them. 2 into 2 into 5. 2 into 2 is 4. 4 into 5 is 20. So cube root of 8000 is 20. Now let's do the exercise 7.2. Question number 1. Find the cube root of the following numbers by prime factorization method. First number is 64. So we have to factorize 64. Factorizing by 2. Here 3, 2. 3 1 time and in 12 6 times. In 16 8 times, 4 times, 2 times. So 64 is equal to 2 into 2 into 2 into 2 into 2 into 2. From this we can write the cube root of 64 is equal to, grouping them, 2 into 2. 2 into 2 is 4. So cube root of 64 is 4. Next number is 512. When we are factorizing 512, we get the factors like this. From this we can write the cube root of 512. 2 into 2 into 2, and it is 8. So cube root of 512 is 8. Okay, so like that all of you do the other problems in exercise 7.2, question number 1. Okay, in next class we can discuss the next exercise problems. Thank you.